അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല ആളുകളും ഊട്ടിക്ക് ടൂർ ഉദ്ദേശം വെച്ചിട്ട് വരാറുണ്ട്. പല സ്ഥലങ്ങളും കാണാൻ വേണ്ടി പോകും, കറങ്ങും. പക്ഷേ വരാൻ മറന്നു പോകുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഊട്ടിയിലെ മെയിൻ ജംഗ്ഷന് കഴിഞ്ഞാൽ കൂണൂർ പോകുന്ന വഴിക്ക് കയറിയാൽ കുറച്ച് മുമ്പ് വന്നാലുള്ള വളരെ മഹത്തായ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലം. ഇത് കുറച്ചും കൂടി കാട് പോലത്തെ പ്രദേശങ്ങളിലൂടെ കടന്നു വന്നാൽ കാണുന്ന ഹസ്രത്ത് ഹസൻ ഷാ അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയാണ്. വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്നാൽ കിട്ടുക. പ്രകൃതിയുടെ ആ ഒരു കാറ്റും സൗന്ദര്യവും നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. മഹാനവറുകൾ ദുനിയാവ് ത്യജിച്ച് അള്ളാഹുക്ക് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച് ഒസ്സലെത്തിരുന്ന സ്ഥലം കൂടി ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് കാണാം. ഇത് പള്ളിയല്ല, മഹാനവറുകളുടെ മഖ്ബറയാണ്. അപ്പോൾ മഹാനവറുകൾ ഉസ്സലത്തിന് വേണ്ടിയിരുന്ന സ്ഥലം അവിടെ കാണാം. വഫാത്തായപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നാട്ടുകാർ മറവ് ചെയ്തതായിരിക്കാം. ഏതായാലും ഊട്ടിക്ക് വരുന്ന ആൾക്കാർ മറക്കാതെ സിയാറത്ത് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഹസ്രത്ത് ഹസൻ ഷാ ഖാദിരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറ. ഇതാണ് മഹാനവറുകളായ ഹസ്രത്ത് ഹസൻ ഷാ അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിൻ്റെ പുണ്യകരമായ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഇവിടെ ഹസൻ ഷാ ഖാദിരി എന്ന മഹാനവറുകളുടെ കുടുംബക്കാരുടെ മഖ്ബറയും നമുക്ക് കാണാം. ഇവിടെയാണ് മഹാനായ ഹസ്രത്ത് ഹസൻ ഷാ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകൾ ഉസ്സലത്തിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം. ഉസ്സലത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർ ചെയ്യുന്ന അതിപ്രധാനമായ ഒരു ഇബാദത്താണ്. ഭൗതിക ലോകം വെടിഞ്ഞ് അതിലെ സുഖങ്ങളെല്ലാം മാനസികമായിട്ട് വിച്ഛേദിച്ച് അള്ളാഹുവിലേക്ക് മാത്രം മുഖം തിരിക്കാൻ വേണ്ടി അവർ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. അവിടെ വെച്ചൊരു കാലങ്ങളോളം അവർ ഇബാദത്ത് ചെയ്ത് മനസ്സിലെ മാലിന്യങ്ങളെ നീക്കി ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഉസ്സലത്ത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും മഹാനവറുകൾ ഹസൻ ഷാ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു ഉസ്സലത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഒരു ഗുഹ പോലെ ഒരു സ്ഥലം കാണാം. ഇവിടെ മഹാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്ത സ്ഥലമാണ്. ഇങ്ങനെ ഉസ്സലത്തിനിരുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്തിലെ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ നഫീസ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഉസ്സലത്തിരുന്ന സ്ഥലവും ഈജിപ്തിലുണ്ട്. അങ്ങനെ പല മഹാന്മാർ അള്ളാഹുവിലേക്ക് മാത്രം മുഖം തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉസ്സലത്തിൻ്റെ സ്ഥലം തിരഞ്ഞെടുത്തിരുന്നു. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബുകൾ ശുദ്ധീകരിച്ച് തരട്ടെ.